നമസ്കാരം. ആലപ്പുഴ കരുവാറ്റയിൽ 67 വയസ്സുള്ള തൻ്റെ മുത്തച്ഛനെ സ്വന്തം കൊച്ചുമകൾ കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തിയ വിവരം വളരെ ഞെട്ടലോടുകൂടിയാണ് കേരളം കേട്ടത്. ഒരുപാട് വലിയ ആസൂത്രണങ്ങളായിരുന്നു ആ കൊലപാതകത്തിന് പിന്നിൽ. ഈ 13 വയസ്സുള്ള പെൺകുട്ടിക്ക് ധാരാളം ആൺസുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരിൽ ഒരു ആൺസുഹൃത്തും മറ്റൊരു സുഹൃത്തും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത്. ഇവർ ഈ കൊലപാതകം നടത്തുന്ന ദൃശ്യങ്ങൾ വരെ ഈ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. വല്ലാത്ത ക്രിമിനൽ ബുദ്ധിയാണ് ഈ പെൺകുട്ടിക്കുള്ളത് എന്ന് കൂടുതൽ വിവരങ്ങൾ അതിനെ സംബന്ധിച്ച് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ്. കാരണം പല രീതിയിൽ ഈ കൊലപാതകത്തെ വഴി തിരിച്ചുവിടാൻ ഈ പെൺകുട്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിടിക്കപ്പെടില്ല എന്നിവർക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. തൻ്റെ ആഡംബര ജീവിതത്തിന് അല്ലെങ്കിൽ തൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചുള്ള ഒരു ജീവിതത്തിന് മുത്തച്ഛൻ ഒരു തടസ്സമാകുന്നു എന്ന് കണ്ടപ്പോഴാണ് മുത്തച്ഛനെ അങ്ങ് കൊലപ്പെടുത്തിയേക്കാം എന്ന് തീരുമാനിച്ചത്. എന്നിട്ട് ഐഫോണൊക്കെ തനിക്ക് വാങ്ങാം, തൻ്റെ കാമുകന് അല്ലെങ്കിൽ ആൺ സുഹൃത്തുക്കൾക്ക് ആഡംബര ബൈക്കുകളൊക്കെ വാങ്ങാം തുടങ്ങിയവയൊക്കെയായിരുന്നു ഈ 13-കാരിയുടെ കണക്കുകൂട്ടലുകൾ. പക്ഷേ പോലീസ് ഇത് പിടിച്ചു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ പോലും ആദ്യം വളരെ ആസൂത്രിതമായിട്ടായിരുന്നു മറുപടികൾ. 3 പേരും ഒരേപോലെയുള്ള മറുപടികളാണ് പോലീസിന് കൊടുത്തത്. കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇവർക്കുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ വയറ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു, അതിൻ്റെ ചികിത്സയ്ക്കായുള്ള പണം നൽകാൻ വേണ്ടിയാണ് ഹരിപ്പാട്ട് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്, ഈ കരുവാറ്റയിൽ എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ആൺ സുഹൃത്തുക്കൾ ആദ്യം പറഞ്ഞത്. അതിനുശേഷം ഇവരാണ് കൃത്യം ചെയ്തത് എന്ന് സ്ഥിരീകരിച്ചതോടെ ഈ പെൺകുട്ടിയുടെ കൂടുതൽ മൊഴി പോലീസ് എടുക്കുകയായിരുന്നു. ആ സമയത്ത് പോലീസിനെ പോലും അന്തം പിടിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്, പ്രതികരണങ്ങളാണ് ഉണ്ടായത്. ആദ്യം പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ ഇട്ടിട്ട് പോയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോയത്. വളരെ ചെറുപ്പത്തിലെ തന്നെ എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയി. അമ്മ വേറെ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചു. എന്നെ ആരും സ്നേഹിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ വൈകാരികമായിട്ടുള്ള ഒരു മുതലെടുപ്പ് പോലീസുകാരിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ അവൾ ശ്രമിച്ചു. പോലീസുകാരെ വൈകാരികമായി കീഴടക്കാനുള്ള ഒരു ശ്രമം അവൾ നടത്തി. തൻ്റെ പ്രായം ഇത്രയേ ഉള്ളൂ, തനിക്ക് സ്നേഹം കിട്ടാതെ ആയിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്, പിന്നെ മുത്തച്ഛൻ ആവശ്യമില്ലാതെ എന്നെ നിയന്ത്രിച്ചത് കൊണ്ടാണ് മുത്തച്ഛനോട് ഒരു വൈരാഗ്യം തോന്നിയത് എന്നൊക്കെയാണ് ഇവൾ ആദ്യം പറഞ്ഞതെങ്കിൽ പിന്നീട് പയ്യെ കേസിനെ വീണ്ടും വഴിതിരിച്ചു വിടുകയാണ്. സ്വന്തം അച്ഛന്, അതായത് ഈ കൊലപ്പെടുത്തിയ ആളുടെ മകനുമായിട്ട് ഈ മുത്തച്ഛന് ഒരു പകയുണ്ടായിരുന്നു, വിദ്വേഷമുണ്ടായിരുന്നു. സ്വന്തം അച്ഛന് ഈ മുത്തച്ഛനോട് എന്തോ ഒരു വിദ്വേഷമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛനിലേക്ക് വഴിതിരിച്ച് വിടാൻ പോലും ഈ പെൺകുട്ടി ശ്രമിക്കുകയാണ്. അതായത് തങ്ങൾ പിടിക്കപ്പെട്ടാൽ എന്തൊക്കെ കാര്യങ്ങൾ പോലീസിനോട് പറയണം, എങ്ങനെയൊക്കെ കേസ് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കണം എന്നതുപോലും ഇവർ ആസൂത്രണം ചെയ്തിരുന്നു. നമ്മളൊന്ന് ചിന്തിക്കണം, വെറും 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ തലയിലാണ് ഇതെല്ലാം ഉദിച്ചത്. 13, 16, 17 വയസ്സ് മാത്രമുള്ള 3 പേർ ചേർന്നാണ് ആസൂത്രിതമായിട്ടുള്ള ഈ കൊലപാതകം നടത്തിയത്. ഒരു കെട്ടിടത്തിൻ്റെ എയർ ഹോളിലൂടെയാണ് കടന്ന് അകത്ത് ചെന്ന് കയറി ആ മുത്തച്ഛനെ അവർ കൊലപ്പെടുത്തിയത്. നമ്മുടെ ഒന്നും ദുസ്വപ്നത്തിൽ പോലും ഒരുപക്ഷെ വരാത്ത ഒരു കാര്യമായിരിക്കും ഇതൊക്കെ. ഇതിനൊക്കെ നമ്മൾ സാക്ഷികളാകേണ്ടി വരികയാണ്. ഈ അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞത് ഒരു അഭിനയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്ക്. അത് മറ്റൊരു കാര്യം. കാരണം ഇത്രയും വലിയ ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടത്തുന്നതിൽ വലിയ അത്ഭുതമില്ല, അവളെ വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതൊക്കെയും ഒരു പരിധി വരെ ഈ കുട്ടികളുടെ സ്വഭാവത്തിലെ ഇങ്ങനെയുള്ള ദൂഷ്യങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നും നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അമ്മ വളരെ ചെറുപ്പത്തിലെ ഇട്ടിട്ട് പോകുന്നു, അച്ഛൻ്റെ അടുത്ത് മാത്രം നിന്നാണ് വളരുന്നത്. ബന്ധുക്കളൊക്കെ ചുറ്റുമുണ്ടെങ്കിൽ പോലും അവൾക്ക് എവിടെ നിന്നും സ്നേഹം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അവൾക്ക് സ്നേഹം കിട്ടുന്ന ഇടത്തേക്ക് വളരെ ചെറുപ്പത്തിലെ തന്നെ അവൾ പോയി. 13-ാം വയസ്സിൽ ആൺസുഹൃത്തെന്ന് പറയുമ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് മാറാതെ വളർന്ന സമയമാണ് നമുക്കൊക്കെ ഓർമ്മയുള്ളത്. 13 വയസ്സിൽ ഒരു ദിവസം അമ്മയെ കണ്ടില്ലെങ്കിൽ അന്ന് കരഞ്ഞ് തളർന്നു കിടന്നുറങ്ങുന്ന ദിവസങ്ങളായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ആ സമയത്താണ് ഈ പെൺകുട്ടിക്ക് ധാരാളം ആൺസുഹൃത്തുക്കൾ എന്നതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതിലൊരു കാമുകനാണ് ഈ കൊലപാതകത്തിൽ പങ്കാളിയായിട്ടുള്ളത്. കുറ്റാരോപിതനായിരിക്കുന്നത് ഒരു ആൾ മാത്രമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരികയാണ്, നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ വെക്കുകയാണ്. അവരൊക്കെ നമ്മുടെ കഴുത്തിന് നാളെ വെട്ടുകത്തി വെക്കും, പിച്ചാത്തി വെക്കുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമുക്കതൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷേ എല്ലാം പ്രതീക്ഷിച്ച് വെച്ച് വേണം ജീവിക്കാൻ. കുട്ടികൾക്ക് എല്ലാ തവണയും ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും വീട്ടിൽ തുറന്നു പറയാൻ ഒരു സാഹചര്യം ഉണ്ടാക്കണം. അവരുടെ മനസ്സ് വല്ലാതെ നിയന്ത്രണം തെറ്റിപ്പോകുന്നുണ്ട്. ഒരു സിനിമ കണ്ടുള്ള പ്രചോദനമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുത്തച്ഛൻ്റെ തലയിൽ കല്ലിട്ട്
കൊല്ലാമെന്നൊക്കെ ഈ പെൺകുട്ടി വിചാരിച്ചിരുന്നു അത്രേ. ഇതൊക്കെ പോലീസിന് കൊടുത്ത മൊഴികളാണ്. പല രീതിയിൽ ആ മുത്തച്ഛനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചു, വണ്ടി ഇടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ പലതരത്തിൽ നോക്കിയിട്ട് നടക്കാതെ വന്നപ്പോഴാണ് ഈ മരിച്ചുപോയ ആളുടെ ഒരു മകൾ പ്രസവത്തിന് പോകുന്ന സമയത്ത് 3-4 ദിവസം അവിടെ വേറെ ആരും ഉണ്ടായിരിക്കുകയില്ല എന്നതൊക്കെ അറിഞ്ഞ് നേരത്തെ പ്ലാൻ ചെയ്ത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ആ പാവത്തിനെ കൊലപ്പെടുത്തി കളഞ്ഞത്. ആ മനുഷ്യനാണെങ്കിൽ നാട്ടിലൊക്കെ എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള സൗമ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറയുന്നു. മറ്റുള്ളവർക്ക് ആർക്കും ദോഷം ചെയ്യാതെ ജീവിച്ചാലും സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ നേരിടേണ്ട ഒരു ഗതികേടിലാണ് മുതിർന്നവർ എന്നുള്ളതും വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. സർക്കാർ കൂടി അടിയന്തരമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെടണം. കുട്ടികൾ വീട്ടിൽ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ബന്ധുക്കൾ എന്തിനാണ് കുട്ടികളെ നിയന്ത്രണം ചെയ്യുന്നത്, ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവർക്ക് കുട്ടികളുടെ ജീവിതത്തിലുള്ള റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ പഠിപ്പിച്ചു വിടണം. പാഠപുസ്തകങ്ങൾ മാത്രം തിന്നിറക്കി അവരങ്ങ് പോയാൽ പോരാ. അതുമാത്രമായാൽ പോരാ അവരുടെ മൂല്യനിർണ്ണയത്തിനുള്ള അടിസ്ഥാനവും. ഓർമ്മശേഷി മാത്രം വെച്ച് അങ്ങനെ അവരുടെ മൂല്യനിർണ്ണയം നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കുട്ടികൾക്കിപ്പോൾ നല്ല വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മാർക്കുണ്ട്, വലിയ വലിയ ഗ്രേഡുകൾ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിത നിലവാരം താഴോട്ട് പോകുകയാണ്. നമ്മൾ പല തലമുറകളെ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ പണ്ട് 2ാം ക്ലാസ് വരെയൊക്കെ പോയിട്ടുള്ള ഒരാളെങ്കിലും അവർക്ക് മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയാമായിരുന്നു, സംസ്കാരം എന്താണെന്ന് അറിയാമായിരുന്നു, മൂല്യങ്ങൾ എന്താണെന്ന് അറിയാമായിരുന്നു, അത് സംരക്ഷിക്കാൻ അറിയാമായിരുന്നു, കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യാൻ അറിയാമായിരുന്നു, സമൂഹത്തെ ദ്രോഹിക്കരുത് എന്ന പാഠം അറിയാമായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. സ്വന്തം താല്പര്യം, ഇഷ്ടം, നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കണം, അതിനാര് തടസ്സം നിൽക്കുന്നോ അവരെ അങ്ങ് തീർത്ത് കളയാമെന്ന ചിന്തയാണ്. അത് സ്വന്തം അച്ഛനും അമ്മയും ആണെങ്കിൽ അവരെ അങ്ങ് തീർത്ത് കളയാം. ഇപ്പോൾ തന്നെ മുത്തച്ഛനെ കൊലപ്പെടുത്തിയിട്ട് ആ കൊലപാതകത്തിന് എല്ലാ പ്ലാനും ചെയ്ത് വേണ്ട കൊട്ടേഷനും കൊടുത്ത് എല്ലാ കാര്യത്തിലും പങ്കാളിയായി നിന്നിട്ട് അവസാനം പിടിക്കപ്പെട്ടപ്പോൾ തൻ്റെ അച്ഛനിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. ആദ്യം അമ്മയെ പഴിച്ചു, എന്നെ ആരും സ്നേഹിക്കാനില്ല എന്ന് വിതുമ്പി. അതിനുശേഷം അവൾ അച്ഛന് നേരെ തിരിയുകയാണ്. കാരണം ചുറ്റുമുള്ളവരെല്ലാം അവൾക്ക് ശത്രുക്കളെ പോലെയാണ്. ആരെയും ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടില്ല. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് ആരോടും ആ പെൺകുട്ടിക്ക് സ്നേഹമില്ല എന്ന് പറയാം. കുട്ടികളുടെ ഈ ഒരു പോക്ക്, ഈ ഒരു പ്രവണത വലിയ ദുരന്തത്തിൻ്റെ ലക്ഷണമാണ്. ഓരോ ദിവസവും ഓരോ വാർത്തകളല്ലേ വരുന്നുള്ളൂ എന്ന് കരുതി നമുക്ക് സമാധാനിക്കാനൊന്നും നിലവിൽ ഒരു വഴിയുമില്ല. നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ്. വീട്ടിലുള്ള കുട്ടികളെ ഏത് വഴിക്ക് അവർ പോകുന്നു എന്ന് ശ്രദ്ധിക്കുക. ദയവ് ചെയ്ത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക. കുട്ടികളെ അമിതമായിട്ട് നിയന്ത്രിക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കുകയും ചെയ്യരുത്. നമ്മളിത് പറയുമ്പോൾ അത് കണ്ടോ, നിയന്ത്രിച്ചതിൻ്റെ പേരിൽ അയാളെ കൊന്നു കളഞ്ഞില്ലേ എന്ന് ചോദിക്കാം. പക്ഷേ നമ്മളുടെ ജീവന് അപകടം വരും എന്ന് കരുതി അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് കുട്ടികളെ ഏതെങ്കിലും വഴിക്ക് വിടാനും നമുക്കാവുമോ? അവർ പോകുന്ന വഴിക്ക് പോകട്ടെ എന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലുമില്ല. അവരെ നേർവഴിക്ക് നയിക്കേണ്ടത് വീട്ടിലുള്ള മുതിർന്നവർ തന്നെയാണ്. പക്ഷെ അവരോട് പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. കഴിഞ്ഞ ദിവസം വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ട് വളരെ കുറച്ച് ആളുകളെ അത് കണ്ടിട്ടുള്ളൂ. കുട്ടികളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ എങ്ങനെയാണ് പിടിച്ചെടുക്കേണ്ടത്, അവരോട് എങ്ങനെയാണ് അവരുടെ പ്രായത്തിനനുസരിച്ച് സംസാരിക്കേണ്ടത്, അതൊക്കെ ചിന്തിക്കണം. അവരുടെ ശത്രുവായിട്ടല്ല അവർക്ക് തോന്നേണ്ടത്, അവരുടെ ഒരു കൂട്ടുകാരനായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരിയായിട്ട് അവർക്ക് എന്തും തുറന്നു പറയാൻ കഴിയുന്ന ഒരാളായിട്ട് നമ്മൾ അവരുടെ മുന്നിൽ അവരുടെ കൂടെ എപ്പോഴും വേണം. എന്നിട്ട് വളരെ തന്ത്രപരമായിട്ട് നമ്മൾ പെരുമാറിയാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് കുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇത്തരം ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവരെ എങ്ങനെയെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഈ പെൺകുട്ടിയുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. 13ാം വയസ്സിൽ ഇത് ചെയ്യുമ്പോൾ മുന്നോട്ടുള്ള കാര്യം എങ്ങനെയിരിക്കും? ഈ പെൺകുട്ടിയുടെയൊക്കെ ക്രിമിനൽ ബുദ്ധി ഇനിയും വളരില്ലേ? ഇനിയുമൊക്കെ ഇത് വളർന്നാൽ നാടിന് തന്നെ അതൊരു അപകടമായി മാറില്ലേ? ഒരു സാമൂഹ്യ വിപത്തായി മാറില്ലേ ഇങ്ങനെയുള്ള ഒരു തലമുറ? അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അവരെ നിയന്ത്രിക്കേണ്ട രീതിയിൽ മാത്രം നിയന്ത്രിക്കുക. അവരുടെ ശത്രുത സമ്പാദിക്കാതിരിക്കുക. കുഞ്ഞുങ്ങളെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണോ എന്നൊക്കെ ചോദിച്ചാൽ ആണ് എന്ന് നിസ്സഹായതയോടുകൂടി പറയേണ്ട ഒരവസ്ഥയാണ്. ഗതികേടാണ് ഇപ്പോൾ നമുക്കുള്ളത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ ക്രിമിനൽ ബുദ്ധി നമുക്ക് ഒരു കാരണവശാലും നമുക്ക് സഹിക്കാൻ പറ്റില്ല, നിവൃത്തിയില്ല. നമ്മളെ പോയിട്ട് പോലീസിനെ പോലും ഞെട്ടിച്ച് കളയുന്ന വിധത്തിലാണ് ഈ പെൺകുട്ടിയുടെ ഓരോ നീക്കവും ഇപ്പോഴും ഉണ്ടാകുന്നത്. കുട്ടികളെ ശ്രദ്ധിക്കുക. അവരുടെ വളർച്ചയിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. മാതാപിതാക്കളുടെ സ്നേഹത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. പുറത്തോട്ടൊരു സ്നേഹം തേടി പോകാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക.